സേവയ്ക്കായി എൻ ജീവനെയും കാൽകൾ ഓടട്ടെ നിൻ പാതെ ചേരട്ടെ എൻ ചിന്ന തിരുരാജ്യവ്യാപ്തിക്കായി കാൽകൾ ഓടട്ടെ നിൻ പാതെ ചേരട്ടെ എൻ ചിന്ന തിരുരാജ്യവ്യാപ്തിക്കായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 53-ാം സങ്കീർത്തനം 3-ാം വാക്യം. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഒരു മനുഷ്യൻ്റെ ആത്മീയ അവസ്ഥയെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന വാക്യമാണിത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ സ്വന്തം ശക്തിയാൽ നീതിമാനാകുവാൻ ശ്രമിക്കുന്നു. എല്ലാവരും പാപത്തിൽ വീണവരാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നന്മ ചെയ്യുന്നവൻ ഒരുത്തൻ പോലുമില്ല. പാപം ചിലരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, അതെല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ്. നമ്മുടെ ചിന്തകളിലും വാക്കിലും പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിന്ന് നാം പലപ്പോഴും കുറവുള്ളവരാണ്. സ്വന്തം നീതിയാൽ ആരും രക്ഷപ്പെടുകയില്ല. നല്ല പ്രവൃത്തികൾ പ്രാധാന്യമുള്ളതാണെങ്കിലും അവ മാത്രം രക്ഷ നൽകുന്നില്ല. മനുഷ്യന് ദൈവകൃപ അനിവാര്യമാണ്. ദൈവസന്നിധിയിൽ നിൽക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്ഷയാണ് ഏക മാർഗം. മനുഷ്യൻ പരാജയപ്പെട്ടെടുത്ത് ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിലൂടെ ദൈവം പാപമോചനവും പുതിയ ജീവിതവും നൽകി. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ക്ഷമയും പുതുക്കവും ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പാപ അവസ്ഥയെ വിനയത്തോടെ അംഗീകരിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ക്രിസ്തുവിൽ പുതിയ ജീവിതം സ്വീകരിച്ച് സ്നേഹത്തിലും വിശുദ്ധിയിലും നടക്കുന്നവരായി ഈ നാളുകൾ നമുക്ക് രൂപപ്പെടാം. മറ്റുള്ളവരെ വിധിക്കാതെ ദൈവകൃപയുടെ സന്ദേശം പങ്കുവയ്ക്കുവാൻ ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പുത്രനിലൂടെ നീ നൽകപ്പെട്ട പ്രത്യാശയും രക്ഷയും സ്വീകരിച്ച് നിന്റെ കൃപയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.